നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുവേഫ യൂറോ കപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കാൻ വമ്പന്മാരായ ഫ്രാൻസിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മറ്റൊരു കരുത്തരായ പോർച്ചുഗലിനെയാണ് അവർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഫ്രഞ്ച് ടീമിൽ നിന്നും ഇതുവരെ പ്രതീക്ഷക്കൊത്തുള്ള ഒരു പ്രകടനം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതായത് ആകെ 5 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 3 ഗോളുകൾ മാത്രമാണ് ഫ്രാൻസ് ടീമിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 2 ഗോളുകളും ഓൺ ഗോളുകളായിരുന്നു. മാത്രമല്ല, 1 ഗോൾ എന്നുള്ളത് പെനാൽറ്റി ഗോളാണ്. അതായത് ഓപ്പൺ പ്ലേയിൽ നിന്നും ഒരൊറ്റ ഗോൾ പോലും നേടാൻ കഴിയാതെയാണ് ഇപ്പോൾ ഫ്രാൻസ് ടീം സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. പെനാൽറ്റി ഗോൾ മാറ്റി നിർത്തിയാൽ സൂപ്പർ താരം കിലിയൻ എംബപ്പയ്ക്ക് ഈ യൂറോ കപ്പിൽ ഒന്നും തന്നെ ഇതുവരെ അവകാശപ്പെടാനില്ല. പ്രതീക്ഷിച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് കൂടാതെ മൂക്കിനേറ്റ പരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സെമിയിൽ പുറത്തിരുത്തുമോ എന്ന് ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസിനോട് ചോദിക്കപ്പെട്ടിരുന്നു. ഇല്ല എന്ന് മറുപടി നൽകിയ പരിശീലകൻ ഇതിനുള്ള ഒരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ദശാംസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പെ ഇതിനോടകം തന്നെ ചരിത്രം കുറിച്ചു കഴിഞ്ഞ ഒരു താരമാണ്. കൂടുതൽ ചരിത്രം കുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ ലഭ്യമാവാൻ വേണ്ടി ഞങ്ങൾ സർവ്വതും ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹത്തിന് പുറം വേദന ഉണ്ടായിരുന്നു, കൂടാതെ മൂക്കിന്റെ പ്രശ്നവും വന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഇവിടെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. എംബപ്പെ 100% ഓക്കെ അല്ലെങ്കിൽ പോലും അദ്ദേഹം എതിരാളികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതാണ് ദിദിയർ ദശാംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സെമി ഫൈനൽ പോരാട്ടം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല. കാരണം ഈ യൂറോ കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന സ്പെയിനാണ് അവരുടെ എതിരാളികൾ. ചൊവ്വാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ ഇപ്പോൾ ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന് വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.